ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങി പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റീക്കവറായിട്ട് വരികയാണ്. ആഹിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ആലിമിനും എനിക്കും ഒക്കെ ആയിട്ട് വയ്യായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇത്രയും ദിവസമായിട്ടും ക്ലാസ്സിലും പോയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണേ. ഇപ്പോൾ രാവിലത്തെ ഫുഡ് ബ്രെഡും ഓംലെറ്റൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോഴത്തെ പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറായിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പനി വന്നു തുടങ്ങിയതിന് ശേഷം പനിയൊന്ന് മാറി അതിന് ശേഷം പിന്നെ വരുന്നത് ലൂസ് മോഷനും ഛർദിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ഛർദിൽ അങ്ങനെ കാര്യമായിട്ട് വന്നില്ല, പക്ഷേ ലൂസ് മോഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആലിമിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോക്കുന്നത് ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളുടെ ചായ മനസ്സ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് അവക്കാഡോ ആണ് കേട്ടോ. അത് ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു കുരു കുഴിച്ചിട്ടതാണേ. ഇതാ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ചായ മനസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതേപോലെ ഞാൻ ഇത് പറിക്കാൻ വിട്ടു പോകട്ടോ. അപ്പോഴാണ് ഇതങ്ങോട്ട് വളർന്ന് നല്ലപോലെ അങ്ങോട്ട് പടർന്നു പോണത്. ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ തോരൻ. പിന്നെ അതുമാത്രമല്ല ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും ഭയങ്കര ഗുണങ്ങളുള്ളൊരു ചീരയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നമ്മൾ വേവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു തോരൻ, മുട്ടയിട്ട് ചിക്കിയിട്ടുള്ള ആ ഒരു തോരൻ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ അത്യാവശ്യം വലിയ കൊമ്പായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ട്രിം ചെയ്യുന്ന പോലെ ആവുമല്ലോ. അധികം അങ്ങോട്ട് പൊങ്ങി പോവുകയുമില്ല. നമ്മളുടെ ആ ഒരു മതിലിൻ്റെ പൊക്കത്തിൽ അതങ്ങോട്ട് നിന്നോളും. അപ്പോൾ ഒരു സൈഡിൽ നിന്നൊരു കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുട്ടികൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും കറികളൊക്കെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കിളുന്തലയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളങ്ങനെ മൂത്ത ഇലയൊന്നും എടുക്കാറില്ല. പിന്നെ കിളുന്തല മാത്രമേ എടുക്കുള്ളൂ. അതായത് ആ ഒരു കൊമ്പിൽ നിന്ന് ചിലപ്പോൾ 2 or 3 ഇല അത്ര മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ഞാനൊന്ന് അടർത്തി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കി ഇത്രത്തോളം ഉണ്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് തോരൻ വെച്ച് കഴിയുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളം പോകാനായിട്ട് വെക്കാം. ഈ വക്കേരിയിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ മണി പ്ലാന്റ് നട്ട കൂട്ടത്തിൽ ഞാൻ ഇതേപോലെ മല്ലിയില വാങ്ങിച്ചപ്പോൾ അതൊന്ന് നട്ടുകൊടുത്താണേ. അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്മെല്ലിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നൊരു പാടം പോലെ കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. പോത്ത് കിടക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി ഊഹിക്കാമല്ലോ. അതങ്ങനെ കുളമാക്കി വെച്ചിരിക്കുന്നത് പോത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളുടെ ഇപ്പുറത്തെ ജനലൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ലാണ് ചെളി വെള്ളത്തിൻ്റെ. അപ്പം ഞാനതൊന്നും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ കഴുകി അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആ സെയിം സംഭവം കൊണ്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് വേഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കരിഞ്ഞു പോയതൊന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പെടുക്കുമല്ലോ. അപ്പോൾ ഞാനൊരു സവാള എടുത്ത് ഒന്ന് കരിയിച്ചെടുത്താണ് കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കരിയിച്ചെടുത്താണേ. ഇനിയിപ്പോൾ അതങ്ങോട്ട് കളഞ്ഞിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് പറിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. രാവിലെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും പറിക്കാനായിട്ട്. അതിന് ചിലപ്പോൾ സമയം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണേ.
അപ്പോൾ ആദ്യം തന്നെ ആ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി സവാള, ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതാ കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വയ്യാത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ മസാല ചേർക്കുന്നുള്ളൂ. എരിവ് അല്ലെങ്കിൽ ഇവിടെ പൊതുവേ കുറവാണ് കേട്ടോ ഞാൻ എടുക്കാറ്. കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് കഴിക്കില്ല എരിവുണ്ടെങ്കിൽ. എരിവ് ഭയങ്കര കുറവാണ്, അതിലും കുറവാണ് കേട്ടോ ഇപ്പം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഈ ഒരു ഇല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീര അങ്ങോട്ട് നേരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ആവി വരാനായിട്ട്. അങ്ങനെ മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി കൂട്ടിയെടുത്തപ്പോൾ അതാ ഇത്രത്തോളം ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കുഴിയാക്കും കേട്ടോ. ആ കുഴിയിലേക്ക് ഒരു 3 മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. 3 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കും. ഏകദേശം മുട്ടയും ചീരയും തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന വിധം വരെ ഒന്ന് ഇളക്കി കൂട്ടി എടുക്കും കേട്ടോ. അപ്പോൾ ദാ ഇത്ര ഉള്ളൂ കേട്ടോ, നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റോളം തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു കട്ടിപ്പുണ്ട് ഈ ഒരു ഇലക്ക്. നമ്മൾ കപ്പയിലേക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കട്ടിപ്പുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഞാൻ കുക്ക് ചെയ്യോട്ടെ ഇത്. അപ്പോൾ അതാ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും എന്തേ നോക്കിയേ നല്ല കാറ്റട്ടോ. ഞാൻ ജസ്റ്റ് കാറ്റ് കണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം എനിക്ക് ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മഴയും കാറ്റൊക്കെ വരണത്. അപ്പം ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. ഇതാ നോക്കിയ ചെടികളൊക്കെ ഒന്ന് ഇതാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര പവർഫുള്ളായിട്ടാണ് ആ ഒരു കാറ്റ് എന്നുള്ളത്. അന്ന് പോയി എന്ന് വിചാരിച്ച് മാറ്റി നട്ടുകൊടുത്ത ബോഗൺവില്ലയാണ് കേട്ടോ. എത്ര പെട്ടെന്നായാലും ഫ്ലവറും ലീഫൊക്കെ വന്നേ നോക്കി. അങ്ങനെ ഞാൻ ജസ്റ്റ് മേളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ദേ നമ്മുടെ ചില്ലിൻ്റെ മുകളിൽ ഒരു രൂപം. അപ്പോൾ ഞാനത് എന്താണെന്ന് ഓർത്ത് നോക്കിയതാണ് കേട്ടോ. നമ്മളുടെ ഒരു പൂച്ചയാണേ. ആ പൂച്ച ഇങ്ങനെ മേളിൽ കയറി ഇരിക്കുവാണ് കേട്ടോ ആ ചില്ലിൻ്റെ മേളിൽ. അപ്പോൾ അതെന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ദേ നേരെ താഴെ നമ്മുടെ ലവ് ബേർഡിൻ്റെ കേജാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയൊന്നുമില്ല, ഞാൻ ഫുൾ ഇതേപോലെ കമ്പി അടിച്ചതാണല്ലോ. എങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഇടക്കൊക്കെ. അതാ നല്ല കാറ്റട്ടോ. ഇങ്ങനെ നല്ല കാറ്റ് വരുമ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്, അത് വീഴുവാണെങ്കിൽ ഇതേ നേരെ ഈ ചില്ലുമേട്ടായിരിക്കും വീഴുന്നത്. അതാണ് എൻ്റെ ഒരു ടെൻഷൻ. നമുക്ക് എന്തായാലും മേളിലത്തെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കാം കേട്ടോ. ആലിമ എൻ്റെ കൂടെ തന്നെ ഉണ്ടേ. മേളിലേക്ക് കയറിയപ്പോഴത്തേനും വാതിലങ്ങോട്ട് തുറന്നപ്പോഴത്തേനും നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ തുറക്കുമ്പോഴേക്കും നല്ല പവർഫുള്ളായിട്ട് വരുന്ന കാറ്റുണ്ടല്ലോ, അത്രയും പവർഫുള്ളായിട്ടുള്ള കാറ്റാണ്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കുഞ്ഞിച്ചട്ടിയാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് നോക്കിയതാണ് കേട്ടോ, ഒന്ന് ഉറപ്പ് വരുത്തിയതാണ്. കസേരകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, നല്ല കാറ്റാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മറിഞ്ഞ് വീഴും കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടൊക്കെയാണ് ഇട്ട് വെക്കാറ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മറിയാറില്ല. ഇതാ നല്ല മഴയായിട്ട് വരുന്നുണ്ട്. ഈ ചെടിച്ചട്ടികളാണ് എൻ്റെ ഒരു പേടി സ്വപ്നം. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങോട്ട് മറിഞ്ഞു വീഴുമോ എന്നുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് എനിക്ക് താഴേന്ന് കുറച്ച് ചെടികൾ കൂടി കൊണ്ടുവന്ന് വെക്കാനുള്ളത്. അപ്പോഴാണ് ഈ മഴ വന്നേക്കുന്നത്. നമ്മൾ അന്ന് നട്ട് കൊടുത്ത ബോഗൺവില്ലാസാണ് കേട്ടോ. ഇതാ നോക്കിയേ, അത്യാവശ്യം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊമ്പുകളൊന്നും കാണുന്നില്ല കേട്ടോ. മിക്കവാറും കാക്കകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും കൂടുണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആദ്യം ഇപ്പുറത്ത് ഇട്ടിരിക്കുന്ന ആ ചെടി നോക്കി ആദ്യം തന്നെ പൂവായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ അതാ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണേ.
സജന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് തന്നാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നേക്കണത് നോക്കിയേ, രണ്ടും കൂടി ഒരു ചട്ടിയിൽ പിടിച്ചേക്കണ രണ്ട് കളർ കേട്ടോ. കുറേ കൊമ്പുകൾ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് ഞാൻ നട്ടായിരുന്നു, പക്ഷെ ഇത് ഈ 2 പോട്ടിലാണ് പിടിച്ചേക്കുന്നത്. അതിലൊരു പോട്ടിൽ തന്നെ രണ്ടും പിടിച്ചിട്ടുണ്ട് കേട്ടോ. കൊമ്പുകളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ചിരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നി കേട്ടോ. അപ്പം ഞാനോട് തന്നാ പിന്നെ താഴെ ഇരിക്കുന്ന ചെടികൾ അങ്ങോട്ട് മേളിലേക്ക് കൊണ്ടുവരാം. ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നേ, ഇപ്പുറത്തൊരു പറമ്പ്, ശരിക്കും പറഞ്ഞാൽ പാടം എന്ന് പറയാം. അതാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ. ഇയാളാണ് ഈ ഒരു കോലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ്. നമുക്ക് ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ അവിടെ മൊത്തം കാടായിരുന്നു കേട്ടോ. ഈ ഒരു പോത്തിനെ കെട്ടിയോടി ആ കാടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിലൊക്കെ ഫുൾ ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നമ്മുടെ കുരുമുളക് തൈ നോക്കിയേ, അത്യാവശ്യം കുരുമുളകൊക്കെ ആയി വരുന്നുണ്ട്. ഞാൻ 2 പോട്ടിലായിട്ടാണ് കേട്ടോ ആദ്യം നട്ടിരുന്നത്. എല്ലാത്തിലും കുരുമുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് കുരുമുളക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, പാവം. ഇത് കാണുമ്പോൾ സങ്കടമാണ്. ഏറ്റവും മേളിലായതുകൊണ്ട് തന്നെ എൻ്റെ കൈ മിക്കപ്പോഴും മേളിലേക്ക് എത്താറില്ല കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ മുല്ലയുടെ അവസ്ഥയാണ് കേട്ടോ ഏറ്റവും മോശമായിരിക്കുന്നത്. നല്ലപോലെ പൂവുണ്ടായിരുന്നു വെച്ചാണ് കേട്ടോ. നമ്മളന്ന് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇതൊക്കെ റീപോർട്ട് ചെയ്യുന്നത്. വലിയ പോട്ടിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, മുല്ല അങ്ങോട്ട് റെഡി ആവുന്നില്ല. അതിനെ ഒന്നും കൂടി ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കണം. ഇത് നോക്കിയേ, ഇത് പെയിൻറ്റിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ടാവില്ലേ, അതിൽ ഞാൻ വെറുതെ നട്ടു വെച്ചിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ സന്തോഷമാണ് കേട്ടോ. നമ്മൾ വെറുതെ കൊണ്ടുവന്ന് നടുമ്പോഴും അതിലുണ്ടാവുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഈ ഒരു ഇതിലും അത്യാവശ്യം ആയി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴെയുള്ള ജോലികളാണ്. മഴയൊക്കെ മാറിയല്ലോ, ഇനിയിപ്പോൾ ആ ജോലി പെൻഡിങ് ഒക്കെ ഉണ്ടാന്ന് വിചാരിച്ചു. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈഡിൽ കുറച്ച് മുളകും തൈ എന്ന് വെച്ചായിരുന്നല്ലോ വലിയ പോട്ടിലായിട്ട്. അപ്പം അതങ്ങോട്ട് മേളിലോട്ട് കയറ്റാനുള്ള പ്ലാനാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, മേളിൽ നിൽക്കുമ്പോൾ കുറച്ച് കീടശല്യങ്ങളൊക്കെ കുറവാണ്. കുറച്ചുകൂടി നമുക്ക് കെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിലത്ത് നിൽക്കുന്ന മുളകും തൈയാണേ, അതിൽ നിന്നൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മേളിലോട്ട് കയറ്റണം. കൂട്ടത്തിൽ ഇതിൻ്റെ കടക്കയിൽ നോക്കിയേ, വളരെ കുറച്ച് മാത്രമേ മണ്ണുള്ളൂ കേട്ടോ. അപ്പം നമ്മളുടെ ബയോബിനിൽ കുറച്ച് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് മേളിലേക്ക് വെക്കാനായിട്ട്. അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. കുട്ടി റൊണാൾഡോ മുമ്പിൽ പോകുന്നുണ്ട്. ഇക്കാക്കാനെ പോലെ ഇവനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജേഴ്സിയുടെ ഭ്രാന്ത്. അപ്പോൾ അവനൊരു 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വഴിയെ അവൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് ആദ്യം ഇട്ടിരിക്കുന്നത് കേട്ടോ. ആൾക്ക് ഇത് തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇടണമെന്ന് പറഞ്ഞ് ബഹളം വരുന്നത്. പിന്നെ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കുട്ടികൾ ഇടിയിപ്പിക്കാറുള്ളൂ. അപ്പം അതൊക്കെ അങ്ങനെ വാഷ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഉണങ്ങി വന്നപ്പോഴേക്കും ചാടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആള്. അപ്പോൾ ഓരോ ചെടികളായിട്ട് ഞാൻ ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏകദേശമൊക്കെ സന്ധ്യ ആയി തുടങ്ങി കേട്ടോ. മഴ മാറുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അത്ര അങ്ങോട്ട് വൈകിപ്പോയത്. പിന്നെ ഈ ചെടികൾ മാറ്റുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. ഒന്നാമത്തിൽ ഇങ്ങനെ എല്ലാം കൂടി തിങ്ങിയിരുന്നാലും പാമ്പൊക്കെ വരുവാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ തിങ്ങിയല്ല ഇരിക്കുന്നത്, അത്യാവശ്യം ഗ്യാപ്പിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എങ്കിലും എനിക്കിപ്പം അങ്ങനെ ചെടികൾ ഇരിക്കുമ്പോൾ ഒരു പേടി കൂടിയുണ്ട്. അപ്പോൾ പിന്നെ മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിലേക്ക് മാറ്റാം. പിന്നെ അതേപോലെ ചെമ്പരത്തി, നല്ല വെയിൽ കിട്ടി പൂവുണ്ടാവുന്ന കുറച്ച് ചെടികളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു സൈഡിൽ, അത് ഫ്രണ്ട് പോർഷനിൽ അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ എടുത്ത് വെക്കാമെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെടികളൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത്രത്തോളം ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ദൂരേന്ന് കാണുമ്പോൾ എല്ലാം ഒന്നിച്ചിരിക്കും പോലെ തോന്നും. നല്ല അത്യാവശ്യം നല്ലപോലെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ചെടികളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. ഇത് നോക്കിയ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ആദ്യം കാണിച്ച ആ സെയിം പ്ലാന്റ് തന്നെയാണ്, പക്ഷെ ഇത് വെരിഗേഷനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. അതിൽ നിന്ന് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോബിന്നിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് വളമൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഇവിടുത്തെ ആ റോസൊക്കെ നല്ലോണം വിശാലമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്യാപ്പൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. റോസും ചെമ്പരത്തിയും ചെത്തിയും മാത്രമല്ല കേട്ടോ ഫ്രണ്ടിൽ. നല്ല വെയിൽ കിട്ടേണ്ട ചെടികളാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദാ ബയോബിൻ അങ്ങനെ പാടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് അവിടെ നിന്ന് ഇനി കോരിക്കൊണ്ടുവരണ്ടല്ലോ. ഏകദേശം അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെടികൾക്കിട്ട് തീർത്തായിരുന്നു കേട്ടോ ഓരോരോ പ്രാവശ്യമായിട്ട്. അപ്പോൾ ഈ കോരി എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഏറ്റവും മേളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ ചെടി ഇട്ട് വെച്ചിരുന്ന വെച്ചാൽ ഒരു കപ്പാണ് കേട്ടോ. മുമ്പ് എപ്പോഴോ വാങ്ങിച്ചാണ് ആഹിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. അതിൽ ഞാൻ ചെടിയാണ് വെച്ചിരുന്നത് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ചെടിയിലൊക്കെ മണ്ണിട്ട് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതൊന്നും മേളിലെത്തിക്കണം. 2 എണ്ണം വെച്ച് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ചിലപ്പോൾ ഇതിങ്ങനെ കൊമ്പ് നീണ്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽപ്പിനായിട്ട് ഞാൻ ആഹിലിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പകുതിയും ആഹിലാണ് മേളിലേക്ക് കൊണ്ടുപോയത്. പുറകെ ഞാനും പോയി ഓരോന്നെടുത്തിട്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ കാര്യമായിട്ട് വെയിൽ കിട്ടില്ല. മുളകും തൈക്ക് നല്ല വെയിൽ വേണം. പക്ഷെ അന്ന് ഇവിടെ നിൽക്കുന്ന ചെടികളിലൊക്കെ മുളക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ ചെടി നനക്കുന്നതാണ് ഒരു കഷ്ടം. കാരണം ഇവിടെ വെള്ളം എത്തിക്കാൻ നല്ല പാടാണ്. തൊട്ട് താഴെയുണ്ട്. അപ്പം നമ്മൾ ട്യൂഷൻ എടുക്കാൻ വന്ന സമയത്ത് കയറി വരുമ്പോൾ ഓരോ ബക്കറ്റായിട്ട് വെള്ളം വരണം. ഒരു ബക്കറ്റ് വെള്ളമൊന്നും പോരാ കേട്ടോ. എന്നാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഇരിക്കുന്നുണ്ട്. ഡെയിലി നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതിയല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. മുളകും തൈക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്ര ഉള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.